വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ കെട്ടിടങ്ങൾക്കുണ്ടായ ആഘാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ 10 സംഘങ്ങളെ നിയോഗിച്ചു. ജിയോളജിസ്റ്റ്, സിവിൽ എഞ്ചിനീയർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, തഹസീൽദാരുടെ പ്രതിനിധി എന്നിവർ സംഘത്തിലുണ്ടാകും. ഓരോ വീടിൻ്റെയും അടിത്തറ, ഭിത്തി, മേൽക്കൂര എന്നിവയുടെ ഉറപ്പ് ഈ സംഘം പരിശോധിക്കും. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ്കെൻ. മേപ്പാടി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഇപ്പോൾ പരിശോധന നടത്താനാണ് ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ദുരന്ത നിവാരണ അതോറിറ്റി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ പ്രദേശത്തെ കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക, അതോടൊപ്പം തന്നെ ആവാസ യോഗ്യതാ പരിശോധന നടത്തുക എന്നുള്ളതാണ്. കാരണം പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ അംഗം, അതോടൊപ്പം തന്നെ ഒരു ജിയോളജിസ്റ്റ്, ഏറ്റവും പ്രധാനമായിട്ട് സിവിൽ എഞ്ചിനീയർ, ഹെൽത്ത് എഞ്ചിനീയർ, തഹസീൽദാരുടെ പ്രതിനിധികൾ എന്നിവർ സംഘത്തിലുണ്ടാകും. ഓരോ വീടും സംഘം പരിശോധിക്കും. ഇതിനുശേഷം ഈ കെട്ടിടം ഉറപ്പുള്ളതാണോ എന്ന് പരിശോധിച്ച ശേഷം ഇത് താമസയോഗ്യമാണോ എന്ന ഒരു സർട്ടിഫിക്കറ്റ് ഈ സംഘം നൽകണം. മാത്രമല്ല, പൊളിച്ചു കളയേണ്ട കെട്ടിടങ്ങളുണ്ടെങ്കിൽ അതും പ്രത്യേകമായി രേഖപ്പെടുത്തണം എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി പ്രത്യേക ഒരു ഫോം തന്നെ ഇപ്പോൾ ഈ സംഘത്തിന് നൽകിയിട്ടുണ്ട്. താമസിക്കാൻ ഉറപ്പുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തുകയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ റിപ്പോർട്ടുകൾ ജോയിൻറ്റ് ഡയറക്ടറും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും പരിശോധിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് മറ്റൊരു റിപ്പോർട്ട് നൽകും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാകും പുനരധിവാസവും അതോടൊപ്പം തന്നെ തുടർന്നുള്ള നടപടികളും. വി എ ഗിരീഷ്.